എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പത്രങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലും ടി വിയിലൊക്കെ വരുന്ന വാർത്തകൾ കണ്ടിട്ട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അവരവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു കഴമ്പുമില്ല. നമ്മൾ ഡാം സേഫ്റ്റി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു. അവർ വന്ന് ജലനിരപ്പെല്ലാം പരിശോധിച്ചു. ഷട്ടറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കി. ഇത് അപകടകരമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഈ ഷട്ടർ തുറക്കൂ. ഇപ്പൊ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഈ ബ്ലൂ, ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറയുന്നത് വെറും സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ മാത്രമാണ്. ഇപ്പൊ നമ്മൾ ഓറഞ്ചിൽ നിൽക്കുന്നു. റെഡ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും അപകടാവസ്ഥ ഉണ്ടെങ്കിൽ അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെ നമ്മൾ വേറൊരു ക്യാമ്പിലേക്ക് ഉറപ്പായിട്ട് മാറ്റി പാർപ്പിക്കും. കണ്ടോ എന്താ മാറ്റി പാർപ്പിക്കുന്നത്? അപ്പൊ അപകടം ഉണ്ടാവുന്നല്ലേ? ഇതെന്തായാലും ഡാം തുറന്ന വെള്ളം കുത്തിയൊളിച്ച് നമ്മുടെ വീടൊക്കെ പോകും. അതിന്റെ ഒരു മുൻകരുതൽ എടുക്കുമെന്നാണ് സാറ് പറഞ്ഞത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഡാമില്ലേ, ഇത് 1981-ലും 1992-ലും തുറന്നിട്ടുണ്ട്. അല്ല, അത് ശീതളേട്ടൻ പറഞ്ഞു. അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. കുഴപ്പമുണ്ടായില്ല. അന്നൊന്നും ഫേസ്ബുക്കില്ലല്ലോ. അല്ല സാറേ, 2403 അടി ഉയരമുള്ള ഡാമല്ലേ ഇത്? അതിന്റെ ഷട്ടർ തുറന്ന ഈ 2403 അടി ദൂരമുള്ള വെള്ളം കെട്ടിക്കണത് ഒന്നിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതി മുക്കാലും താഴൂല്ലേ? എന്താ ഇയാൾ കാണിക്കണ? വെള്ളം അങ്ങോട്ട് കുത്തി ഒഴുകാൻ വേണ്ടി ഷട്ടർ കടട തുറന്നു വെക്കണോ അല്ലെ തുറന്നു മലത്തിയൊന്നും അല്ല വെക്കണത്. അതിന്റെ അളവിന് ആവശ്യത്തിന് പതുക്കെയാണ് നമ്മൾ വെള്ളം ഒഴുക്കി വിടുന്നത്. വെറുതെ അതും ഇതും പറഞ്ഞ ആളുകളെ പേടിപ്പിച്ചോളും. പോത്തുപോലെ അല്ലേ ഇയാളൊക്കെ. ഈ 2403 അടി എന്ന് പറഞ്ഞില്ലേ, അത് സീ ലെവലിൽ നിന്നുള്ള ഉയരാണ്. ഈ സീ ലെവൽ എന്ന് പറയുമ്പോ അതായത് ഈ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരാണ് 2403 അടി. ശരിക്കും ഡാമിന്റെ ഉയരെന്ന് പറയുന്നത് 145 അടിക്ക് താഴെയാണ്. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഈ പത്രത്തിലും ടി വിയിലൊക്കെ പറയുമ്പോ അത് അങ്ങനെ പറഞ്ഞാൽ പോലെ സാറേ, വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാൻ 2000, 3000 എന്നൊക്കെ പറഞ്ഞു. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നത് അതല്ലേ. ഇനി ഇതിൽ തന്നെ 2398 അടി വെള്ളം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഷട്ടർ തുറക്കുന്നുള്ളൂ. എന്റെ സാറ് അതല്ലേ ഈ അപകടം ഉണ്ടാവുന്നത്. അപ്പൊ ഈ വെള്ളമൊക്കെ വേനൽക്കാലത്ത് അങ്ങോട്ട് കുറേശ്ശെ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? അപ്പൊ വെള്ളം അങ്ങോട്ട് ഒഴുക്കി വിട്ടാ കരണ്ട് തന്നെ എവിടെ നിന്ന് ഉണ്ടാക്കോളൂ? അങ്ങനെയുണ്ടല്ലേ? ഇരുട്ടത്തിരിക്കാനും എനിക്ക് പേടിയാ. അപ്പൊ ഇനി വേറെ ഒന്നുമില്ലല്ലോ. ശരി. അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ഈ ഡാമിനെ കുറിച്ച് പരിശോധിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണല്ലോ അല്ലേ? ആയിരിക്കും അല്ലേ? അല്ല, അവർക്ക് ഇതേപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇത് വഴിയിലൂടെ പോയ കുറച്ച് ആളുകളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ ഡാം കൊണ്ടുപോയി നടത്തിച്ച് കാണിച്ചതാണ്. ഇയാളുടെ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? അല്ല സാർ, അങ്ങനെ ദേഷ്യപ്പെടുന്നു വേണ്ട. അയാളുടെ വീട് ഒലിച്ചു പോകണ വിഷമം കൊണ്ടാണ് അയാൾ പറയുന്നത്. നിങ്ങൾക്കെന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാവാത്തത്? അതെന്താ മനസ്സിലാവാത്തത്? ഞാൻ മനുഷ്യനല്ലേ, ഞാൻ ഇവിടെ താമസിക്കുന്ന ആളല്ലേ? ഇല്ലേ, ഒരല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ പോലുള്ള ആളുകൾ എടുത്ത് രാവിലെ മുതൽ ഇത്രയും നേരം വരെ വായിട്ട് അലച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് കാര്യം? അടിയിൽപ്പെട്ടെങ്ങാനും ഒഴുകിപ്പോയാലൊന്ന് പേടിച്ചിട്ടാണ്. സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി മിണ്ടാണ്ട് നിൽക്കില്ലേ? നീയല്ലേ പറഞ്ഞത് ഇവിടെ സാറുമായിട്ട് സംസാരിക്കുമ്പോ കുറച്ച് പേടി മാറുന്നു. ഇപ്പൊ കുറെ പേടി കൂടി. നിങ്ങൾ അയാളെ വിളിച്ചോണ്ട് പോ. ഇയാളേക്ക് എന്തിനാ തഹസീൽദാർ ഓഫീസിലേക്ക് വിളിച്ചോണ്ട് വരണത്? പറ്റിപ്പോയതാ സാറേ. നോക്കൂ, ഇത് ഇത്ര പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് മഴ ഉണ്ടാക്കിയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഭീതി മാത്രമാണ്. മഴ നിലയ്ക്കുന്നതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും, എല്ലാം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. ധൈര്യമായിട്ട് പോകും കേട്ടോ. ശരി സാർ. ഇവിടെയൊക്കെ വെള്ളമല്ലായിരുന്നില്ലേ? എത്ര പെട്ടെന്ന് വെള്ളാണ്ട് വലിഞ്ഞില്ലേ? എത്ര കാലാണ് തീ തിന്നിട്ട് ഒന്നിച്ചെങ്കിട്ട് വെള്ളം വരും, ആകെ ഒഴുകിപ്പോവും. പേടിച്ചെന്റെ ഇടങ്ങറായി പോയി. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിലല്ലേ? എന്തായാലും പുലി പോലെ വന്നത് എലി പോലെ അങ്ങോട്ട് പോയി നിറഞ്ഞു. മഴ വേണപ്പ, മഴയില്ലാണ്ട് നടക്കൂലല്ലോ. മഴ വേണോ? പക്ഷെ മഴ ഇങ്ങനെ ഇടങ്ങറാക്കാൻ പാടില്ല മനുഷ്യനെ. അല്ല, അതല്ലെങ്കിൽ അങ്ങനെയാണ്. ഒരു കാലത്ത് മഴ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് പെയ്തോണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ മഴ 7 ജമത്തിന് കാണില്ല. എന്തായാലും എനിക്ക് 10,000 രൂപ ലാഭം കിട്ടി. അതെ, JCBയുടെ ട്യൂബിന് ഞാൻ ഏതാണ്ട് അഡ്വാൻസ് കൊടുത്തെല്ലാം പറഞ്ഞു വെച്ചിരിക്കായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്ക് മുമ്പേ അറിയായിരുന്നു. ഈ മറ്റേ ഓറഞ്ച് തരണൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞ് മഴ
മഴ കുറഞ്ഞില്ലെങ്കിൽ മാത്രമേ തുറന്നു വിടൂന്ന്. എന്നിട്ട് അന്ന് പറഞ്ഞില്ലല്ലോ. മൊയ്തു, ഹലോ. ഓറഞ്ച് സാറും കേട്ടപ്പോ ആദ്യം എണീറ്റ് ഓടാൻ ഒളിച്ചോടി പോയതാ. ആളാണ്. അല്ല അത് പിന്നെ കൂടുള്ളവരൊക്കെ ഇങ്ങനെ പേടി പറഞ്ഞാൽ നമ്മളും ഒരു മനുഷ്യനല്ലേ. അല്ല അതല്ല, നമ്മളെ സീതളേട്ടന്റെ വിവരം കേട്ടോ? അത് മിണ്ടരുത്. എന്തായിരുന്നു ധൈര്യം, നെഞ്ഞു മരിച്ച് നിൽക്കായിരുന്നു. അല്ല അയാളെ ധൈര്യക്കുറവല്ല, അയാളെ പെണ്ണുങ്ങളെ ധൈര്യക്കുറവാണ് അത് എല്ലാരും പറയണ്ടായി. അവർക്ക് ഭയങ്കര പേടിയാ. ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പേടിയാ. അല്ല അത് പിന്നെ പിടിച്ചു പൊതുവെ അങ്ങനെ തന്നെയാണ്. ഏത് പുലിയും പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ വേണ്ടിയില്ല ചെറിയൊരു ഉൾഭയം ഉണ്ടായി. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാട്ടോ. സീതലേട്ടന്റെ ഭാര്യന്റെ പേടിയായിരുന്നാ പോയത്. ഞാന് എനിക്ക് പേടിയായിട്ട് ഞാൻ എന്റെ ഭാര്യനോട് പറഞ്ഞ വയനാട്ടിലേക്ക് പോകാന്ന്. ഓളെറിഞ്ഞു വേണ്ട, ഓളെ ധൈര്യത്തിന് അവിടെ വന്നത്. എന്റെ തിരുവനന്തപുരത്ത് പോക്ക് മുടക്കിയത് ആരാന്നറിയാമോ? എന്റെ വീട്ടിലെ ക്ലോക്ക്. ആ കുറച്ചു ദിവസമായിട്ട് അത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാ ഓടണത്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ 1 മണിക്കൂർ മുമ്പ് ബസ് പോയി. അപ്പോഴേക്ക് എനിക്ക് വിശന്നപ്പോ ഞാൻ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വിശന്നാ പിന്നെ നമുക്ക് ഭ്രാന്താണല്ലോ. വിശപ്പിന്റെ മുമ്പിൽ പിന്നെ എന്തോ വെള്ളം. എനിക്കത് കഴിക്കാൻ പറ്റില്ല. എനിക്ക് പിന്നെ എവിടെയും പോവാല്ലാത്തോണ്ടാണ് ഞാൻ പോവാൻ. അതെ, പ്രേമിച്ച് കെട്ടുകൊണ്ട് അവളുടെ വീട്ടിലും കേട്ടില്ല, എന്റെ വീട്ടിലും കേട്ടില്ല. അതും തരാ. പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് വെച്ച വീടാ. അത് ഒലിച്ചു പോയിട്ട് പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? വന്നത് വരട്ടെ എന്ന് കരുതി അവിടെ നിന്ന് പോയവരൊക്കെ ഒരു കാര്യം. എത്ര കഷ്ടപ്പെട്ടിട്ട് ആ സാധനം എടുത്തവർ ഇവിടുന്ന് മുങ്ങിയത്. നമ്മളെ ശശിയും ദാമോദരനും ഇവരൊക്കെ പോയ കൂട്ടത്തിലാ. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ചെറിയ വിഷമമുണ്ട്. നമ്മുടെ ശശി ഇല്ലയോ, ശശിയുടെ ഞാൻ ഒരു 10,000 രൂപ കടം മേടിച്ചായിരുന്നു. അതിപ്പോ തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് ആയി. പക്ഷെ ഇപ്പൊ ആണ് ആലോചിച്ചോ മണ്ടത്തിലായി പോയി. 26,000 രൂപ മേടിക്കാളായിരുന്നു. ശശി പോയല്ലോ, നീ ഇങ്ങോട്ട് വരില്ലല്ലോ. ശശി തിരിച്ചു വന്നു. ദാമോദരൻ വന്നോ? അല്ല ഇവരൊക്കെ വന്നിട്ട് എന്താ ശീതളം വരാത്ത്? സീതളാട്ട് മാത്രമേ ഇനി വരാൻ ബാക്കിയുള്ളൂ. അതെ അതെ, അതെ ശീതളൻ അങ്ങനെ നല്ല ചങ്കുറപ്പുള്ള മനുഷ്യനാ. അവന്റെ ഭാര്യ വിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല, ഭാര്യന്റെ പേടിയുണ്ടാ. അയാള് കൂടെ ഉള്ളത് നമുക്കൊരു ബലാണേ. എന്തിനു മുമ്പിൽ ഇറങ്ങാനുള്ള ഒരു ചങ്കൂറ്റുള്ള മനുഷ്യനാ. പിന്നെ വേനിക്കാണ്ട കാലുടിഞ്ഞ പിന്നെ വേനിക്കില്ലേ? ഒന്നും വേണ്ട, വേദന എടുക്കണ്ടെങ്കിൽ സഹിച്ചോ. ആ അതെ, മരത്തടിയുടെ മുകളിൽ സകല ഏഷണിക്കാരും ഇരിക്കണ്ടിട്ടാ. എന്തേലും ചോദിച്ചൊരു അക്ഷരം മിണ്ടാന്ന് കണ്ടാ കാണാത്ത പോലെ അങ്ങോട്ട് നടന്നോട്ടാ നീ. അയ്യേ എന്തേ മോശല്ലേ? എന്തുട്ട് മോശം? നമ്മളോട് വിശേഷം ചോദിക്കായിരിക്കും, ഒന്നും മിണ്ടാതെ എങ്ങനെയാ പോണേ? നീ ഇപ്പൊ ആ ജാതി മര്യാദ ഒന്നും കാണിക്കാതെ കണ്ട ചോദിച്ചാൽ മിണ്ടാന്ന് അങ്ങോട്ട് നടന്നോ. പറഞ്ഞോട് കൂട്ടാക്കിയാ മതി. പറയണ കേക്കടി പോത്ത നീ അവരുടെ വർത്താനത്തിലേക്ക്. അതൊന്നും വേണ്ട, ഉണ്ടാക്കണ്ട. കാണാത്ത ആണിപ്പോ സീതളേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എല്ലാവരുടെ ജീവിതം ആരത്? ആ എന്താ ഇപ്പൊ ഇത് കഥ കംപ്ലീറ്റ് ഡാമേജ് ആണല്ലോ. അല്ല ഞാൻ ഈ കെട്ടിരിക്കണ കാരണേ നിങ്ങൾ ആരാന്ന് ശ്രദ്ധിച്ചില്ല അല്ലേ? എന്താ ഈ കയ്യിനും കാലിനൊക്കെ പറ്റി? ഈ സംഭവിച്ച എന്തുട്ടാന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് ഒന്നും പറയണ്ട. എറണാകുളത്ത് ചെന്നിറങ്ങിയത് അതിനേക്കാൾ വലിയ കുളത്തിലേക്ക്. ഗട്ടറേ മഴ പെയ്തിട്ട് മഴ അങ്ങോട്ട് പെയ്തിട്ട് വെള്ളം അങ്ങോട്ട് നിറച്ച് ഗട്ടർ ഏതാ, കുഴി ഏതാ, കുള ഏതാ, റോഡ് ഏതാ ഒരു കൊടുക്കില്ല. ഒരു കണക്കിന് ഞാൻ റോഡിൽ നിന്ന് ഓടി കയറി നമ്മളെ ഈ ഫുട്പാത്ത് ഉണ്ടല്ലോ അതിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കയറി നടന്നു. വേഗം എങ്ങനെയും ഇവളുടെ ബന്ധുക്കാരുടെ വീട്ടിലേക്ക് എത്തണല്ലോ. നടക്കണേന്റെ തന്നെ എന്റെ പൊന്നു സുഖ ഒരു സ്ലാബ് പൊട്ടി നേരെ ഓടയിലേക്കാ പോയി. കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു. പിന്നെ ആരെങ്കിലും സഹായിക്കണ്ട, നേരെ പോയി ആശുപത്രിയിൽ കയറി. അവിടെ ചെന്നപ്പോ ഒരു ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് വിടുന്ന കാര്യമുള്ളൂ. ഇവിടെ 3 ദിവസം കിടക്കണമെന്നാ. പിന്നെ 3 ദിവസം കിടക്കാന്ന് അങ്ങോട്ട് കരുതി. കിടക്കാൻ സമ്മതിക്കണ്ടേ? ആര്? കൊതുകേ. എന്താ ഓരോ ജാതി കൊതുക്, പരുന്തിന്റെ പോലെ ഓരോ കൊതുക്. കൊച്ചിന് നല്ല കൊതുക് ഭയങ്കര കൊതുക്. അങ്ങനെ ഈ 3 ദിവസം അവിടെ കിടന്നു തന്നെയല്ല ഡെങ്കിപ്പനിയെ പിടിക്കും. പിന്നെ ഒരു 3 ആഴ്ച ഒന്നും പറയണ്ട. പിന്നെ പ്ലേറ്റ്ലേറ്റ് വേണമെന്ന്, എന്താ ബ്ലഡ് ഇല്ലാന്ന് അതെന്തൊക്കെ പറഞ്ഞു. എന്തായാലും ഇടിയിട്ടാണ് പാമ്പ് പിടിച്ചു തരുന്ന കാര്യമായി. എന്റെ സുഖതേട്ടാ ഞാൻ പറയട്ടെ. നീ മിണ്ടായിക്കടേ, ആണുങ്ങൾ സംസാരിക്കണ്ടായാലും മിണ്ടായിക്കണേ. എന്നിട്ട് നീ ഒന്നും പറയണ്ട. ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഡാമിന്റെ കഥ ഇവിടെ അപ്പം മുതൽ വിളിക്ക് കണ്ട് തുടങ്ങിയതാ. ഇതങ്ങോട്ട് ഈ അനൗൺസ് അങ്ങോട്ട് ചെയ്തു ഉടനെ ഡാം തുറക്കാന്ന് കേട്ടുടനെ ഇപ്പൊ പോണ എറണാകുളത്തേക്ക് അങ്ങോട്ട് തുണി പിറക്കലായി, പാത്രങ്ങൾ പിറക്കലായി. ഞാൻ പറഞ്ഞു നീ എന്തുട്ടെ കാട്ടണം, നീ അടങ്ങിയിരിക്ക്, ചങ്കുറപ്പുണ്ടാക്ക് കേട്ടില്ലേ? ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ഇൻഫർമേഷൻ ഉണ്ടാവും, അത് കേട്ട് പോയാ പോരെന്ന് വെച്ചു. കൂട്ടാക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞൂടി നമ്മള് ചാനലിൽ കണ്ടില്ലേ വെള്ളം പോണ വഴിയൊക്കെ കാണിച്ചത്, അത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ എവിടേക്കൊന്നും വെള്ളം വരാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. മനസ്സിലാവില്ല? ആ ജാതി പോക്ക് പോയതാ. ഇതപ്പൊ ഈ കോലത്തിലായി. എന്തുട്ടപ്പ ഇതിനൊക്കെ പറയാ.
പോയവരൊക്കെ തിരിച്ചു വന്ന് നമ്മുടെ ദാമോദരനും ശശിയൊക്കെ വന്ന് നിങ്ങൾ മാത്രമേ വരാൻ ഈ പാടില്ല. പനി പിടിച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ജീവിക്കാൻ നല്ലത് ഏത് സിറ്റിനേക്കാളും നമ്മുടെ നാടൻ കേട്ടാ. ഒരു സംശയമില്ലാതെ കാര്യത്. പക്ഷെ ചങ്കുറപ്പ് വേണം. ന്യായം മായം മറിമായം